ഇന്നത്തെ വീഡിയോയിൽ വീരകേരള വംശ ചക്രവർത്തിമാരായ സ്ഥാണു രവിവർമ്മ ചക്രവർത്തി, ഭാസ്കര രവിവർമ്മ ചക്രവർത്തി രണ്ടാമൻ, രവിരാമവർമ്മ കുലശേഖര ചക്രവർത്തി എന്നിവരെക്കുറിച്ച് മനസ്സിലാക്കാം. ക്രിസ്തുവർഷം 922 മുതൽ ഏകദേശം 940 വരെ, അതായത് കൊല്ലവർഷം 115 ആണ്ട് വരെ സ്ഥാണു രവിവർമ്മ ചക്രവർത്തിയാണ് നാട് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ശേഷം 2 സംവത്സരം കഴിഞ്ഞാണ് ഭാസ്കര രവിവർമ്മ ചക്രവർത്തി രണ്ടാമൻ രാജ്യം ഭരിച്ചു തുടങ്ങുന്നത്. അതിനിടയ്ക്ക് ഭരിച്ച ചക്രവർത്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ രണ്ടാം ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ കാലത്ത് പുതിയതായി ക്ഷേത്രങ്ങൾ പണിയിക്കുക, പഴയ ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുക, പല ക്ഷേത്രങ്ങളിലും നിത്യമായും മാസവിശേഷമായും ആണ്ടുവിശേഷമായും നിവേദ്യം, ഊട്ട്, വാരം, ഉത്സവം തുടങ്ങിയവ നിശ്ചയിച്ച് അതിന് സ്വത്ത് നീക്കിവെച്ചിരുന്നു. ചക്രവർത്തിയും നാടുവാഴികളും മറ്റുള്ള പ്രഭുക്കന്മാരും ഇങ്ങനെ ഓരോ വഴിപാടുകൾ നടത്താൻ വക നീക്കിവെക്കുകയും അത് നടത്താതിരുന്നാൽ അതിനുള്ള പിഴ നിശ്ചയിച്ച് ആ വിവരം അതാത് സ്ഥലത്തെ ശിലകളിൽ കൊത്തി രേഖപ്പെടുത്തി വെക്കുകയും പതിവായിരുന്നു. ഇപ്രകാരം ഓരോ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നടത്തുന്നതിനായി സ്വത്ത് നീക്കിവെക്കുന്നത് ഈശ്വരപ്രീതിക്കെന്നതുപോലെ ഓരോ നാട്ടിലെ ജനങ്ങളെ സ്വാധീനിക്കുവാനും ക്ഷേത്രങ്ങളിൽ അധികാരം സിദ്ധിക്കാനുമുള്ള ചില രാജാക്കന്മാരുടെ തന്ത്രമായിരുന്നുവോ എന്ന് സംശയിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ചില ചെറിയ രാജാക്കന്മാർ അവരുടെ നാട്ടിൽ ഉൾപ്പെടാത്ത പ്രദേശങ്ങളിലെ ചില ക്ഷേത്രങ്ങൾ നന്നാക്കുകയും പുതുതായി പണിയിക്കുകയും ആ വക ക്ഷേത്രങ്ങളിലേക്ക് സ്വത്ത് നീക്കിവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രദേശങ്ങളിലെ ജനങ്ങളെ സ്വാധീനപ്പെടുത്തി കാലക്രമത്തിൽ അവിടെയും അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ രാജാക്കന്മാർ തമ്മിൽ പിൽക്കാലത്തുണ്ടായ മത്സരത്തിന് ഈ വക സംഗതികൾ കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ വാസ്തവം എങ്ങനെയായാലും ഈ രണ്ടാം ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ ക്ഷേത്ര നിർമ്മാണ പരിഷ്കാരം അസാമാന്യമായിരുന്നുവെന്നും ശിലാരേഖകളിൽ കാണുന്നുണ്ട്. രാജ്യത്ത് സമാധാനത്തോടെ 58 സംവത്സരകാലം, അതായത് ക്രിസ്തുവർഷം 998 കൊല്ലവർഷം 173 ആണ്ട് വരെ ഈ മഹാരാജാവ് രാജ്യം ഭരിച്ചിട്ടുണ്ട്. രണ്ടാം ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ പിൻവാഴ്ചക്കാരനായി രാജ്യം ഭരിച്ചത് രവിവർമ്മ കുലശേഖര ചക്രവർത്തിയായിരുന്നു. പറയത്തക്ക വിശേഷ സംഭവങ്ങളൊന്നുമില്ലാതെ 14 സംവത്സരത്തോളം രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ശേഷം ഭരിച്ച മഹാരാജാവിൻ്റെ കാലത്ത് ചോള രാജാവായ രാജേന്ദ്രൻ വലിയ സൈന്യങ്ങളുമായി കേരളത്തിൽ വന്ന് തിരുവഞ്ചിക്കുളം ആക്രമിക്കുകയും വീരകേരള വംശത്തിന് വലിയ അധപ്പതനം സംഭവിക്കുകയുമാണ് ഉണ്ടായത്.